ബാബു എന്ന് പറയുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സന്തത സഹചാരി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ നിന്നും കേരളം ഞെട്ടുന്ന ഒരു പ്രമുഖൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡുമായി അടുത്തിടപഴകുന്ന കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പരിചയമുള്ള ആ വ്യക്തിയുടെ പേര് തൽക്കാലം നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ആ വ്യക്തി എല്ലാവർക്കും അറിയാം. വ്യക്തിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തു നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ക്ഷേത്രം സന്ദർശിച്ച, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസവുമില്ലാത്ത വ്യക്തിയുടെ പേരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, മന്ത്രിസഭയിൽ ഒരു അംഗമാണോ എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ പേര് നമുക്ക് കൃത്യമായി ആ പേര് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് പുറത്തു പറയരുത് എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പേര് പുറത്തു വിടാത്തത്. പക്ഷേ അയാൾ അറസ്റ്റ് ചെയ്യാൻ പിണറായി സമ്മതിക്കുമോ? എന്തായിരിക്കും? അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വതന്ത്രമായി കേസ് അന്വേഷണത്തിന് വിനിയോഗിച്ചാൽ, അല്ലെങ്കിൽ സ്വതന്ത്രമായ അന്വേഷണത്തിന് അവരോട് ഉത്തരവിട്ടാൽ ഒരു സംശയം വേണ്ട, ഇന്നോ നാളെയോ ആയിക്കൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖൻ ജയിലഴിക്കുള്ളിലേക്ക് പോകും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആ ഉന്നത വ്യക്തിയെ അറസ്റ്റ് ചെയ്യിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമെന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്.